തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ശ്രേയ, അരവിന്ദിനെയും കൂട്ടി അകത്തേക്ക് പോയിക്കോ. അരവിന്ദ് വാ. ചേച്ചി വാ, അകത്തേക്ക് പോ. വാ. അനു, ചെന്ന് ചൂടുവെള്ളം എടുത്തിട്ട് വാ. ചാരു, എന്തോ പറ്റി? ഒന്നുമില്ല. ബാലമാഷ് എന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞ കാര്യം ആകാശ് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ചാരു ഇത് നൈസായി മറച്ചു വെച്ചിട്ടുണ്ടാവും. പൊളിച്ച് കൈ കൊടുക്കണം. ആകാശ് അറിഞ്ഞ ഭൂകമ്പം ഉണ്ടാവും. ഇവിടെ വന്നു കയറിയിട്ട് ആദ്യത്തെ വെടി പൊട്ടിക്കാൻ സമയായി. അശ്വത് ചേച്ചി, അരവിന്ദനെ റൂമിൽ കൊണ്ടുപോയി കിടത്ത് ഫസ്റ്റ് ചെയ്യട്ടെ. ഞാൻ അങ്കിളിനോട് സംസാരിച്ചിട്ട് വരാം. ശരി. അരവിന്ദേ, വാടാ. മാഡം, അധികം നേരം സംസാരിച്ചോണ്ട് നിൽക്കണ്ട, പെട്ടെന്ന് വരണം. ശരി, വരാം. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ കുടുംബനാഥനല്ലേ, ഈ വീട്ടിലുള്ളവർക്ക് വഴികാട്ടി. അങ്ങനെയുള്ള അങ്കിൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോ തിരിച്ച് ഞാൻ അങ്കിളിനോട് പിടിവാശി കാണിക്കാൻ പാടില്ലായിരുന്നു. അങ്കിൾ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ ദേഷ്യമെല്ലാം മാറ്റിവെച്ച് ഞാൻ നിങ്ങളുടെ കൂടെ വരേണ്ടതായിരുന്നു. അത് ചെയ്യാതെ അങ്കിൾ എന്നോട് മാപ്പ് പറഞ്ഞാലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ എന്ന് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാ. അങ്കിൾ, യു ആർ ഗ്രേറ്റ്. അഭിമാനവും അന്തസ്സും എല്ലാം മാറ്റിവെച്ച് ഒരു തരി ഈഗോ പോലും കാണിക്കാതെ എന്റെ കാലിന് വരെ വീഴാൻ തയ്യാറായില്ലേ? അങ്കിൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തെളിയിച്ചു. തീരി കൊളുത്തി. ഇനി പൊട്ടിയാ മാത്രം മതി. അങ്കിൾ, ഞാൻ മുറിയിൽ പോയി അരവിന്ദിന്റെ കാര്യം നോക്കട്ടെ.
അച്ഛാ, ഞാൻ എന്തായി കേട്ടത്? അവളുടെ കാല് വീണ് മാപ്പ് പറയാൻ പോയെന്നോ? അച്ഛൻ എന്താ ചെയ്തിട്ടാ അവളോട് മാപ്പ് പറയാൻ പോയത്? അവളുടെ അടുത്ത് പോയി മാപ്പ് പറയാൻ പാടുണ്ടോ? എന്തിനാ അങ്ങനെ ചെയ്തത്? പറ, എന്തിനാ? ആത്മാഭിമാനം അന്തസ്സൊക്കെ കളഞ്ഞ് എന്തിനാ അവളോട് മാപ്പ് പറഞ്ഞത്? അത്രയും താഴേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പറ. ചേട്ടാ, ഇതെല്ലാം നീ കാരണം. എന്റെ അച്ഛനെ നാണം കെടുത്തിയില്ലേ നീ? എന്നിട്ട് നീ എന്നോട് നുണ പറഞ്ഞു. മിണ്ടരുത് നീ. എന്നോട് നുണ പറഞ്ഞ് നിനക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല. ചെറിയേട്ടാ, അച്ഛൻ ശ്രേയോട് മാപ്പ് പറഞ്ഞതിന് എനിക്കും ദേഷ്യം വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ആ ദേഷ്യം ചാരു ചേച്ചിയോടല്ല, ശ്രേയോടെ കാണിക്കേണ്ടത്. അവസരം മുതലെടുത്ത് അച്ഛനെ അപമാനിച്ച് ചാരു ചേച്ചിയെ വിഷമിപ്പിച്ചു. ഹനു, ശ്രേയയുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? അതറിയാവുന്ന ഇവള് തന്നെ അവൾക്ക് അവസരം ഉണ്ടായി കൊടുത്തില്ലേ? ഇവൾ അച്ഛനെ കൊണ്ട് ചെന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസരം ഉണ്ടാവുമായിരുന്നു. ചാരു, നീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. എന്റെ അച്ഛനെ തനിച്ച് അവളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി അപമാനിച്ചു. അച്ഛൻ ഇത്രയും നാളും നിന്നെ തലയിലേറ്റി നടന്നത് ഇതിനായിരുന്നോ? എന്റെ അച്ഛന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയില്ലേ? എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പറയാൻ പറയടി. പറയാനല്ലേ പറഞ്ഞത്? പറയടി, പറയാൻ. ആകാശേ, നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ചാരുവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ചാരുവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ ഞാൻ അനുവദിക്കില്ല.